ഇവിടെ ഹീറോ അവൻ്റെ ഭാര്യയാകാൻ പോകുന്നവളെ കണ്ട് ഞെട്ടിപ്പോയി. ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ഒരു അദൃശ്യ ധനിക സ്ത്രീയായിരുന്നു അവൾ. വലിയൊരു കൃഷിഭൂമി മാത്രമല്ല അവൾക്ക് സ്വന്തമായിട്ടുള്ളത്. 1000 ഏക്കർ ഡസൻ കണക്കിന് കന്നുകാലി ഫാമുകളും ഉണ്ടായിരുന്നു. ദശക്കണക്കിന് ലക്ഷം വാർഷിക വരുമാനമുള്ള ഇവൾ കമ്പനികളുടെ നിക്ഷേപം നടത്തിയിരുന്നു. അവളുടെ വാർഷിക വരുമാനം 100 കണക്കിന് കോടി രൂപയാണ്. ഇത് കേട്ട ശേഷം ഹീറോ ഉടനെ ചിരിച്ചുകൊണ്ട് ബോധം കെട്ട് വീണു. നാട്ടിൽ പുറങ്ങളിൽ വിവാഹം കഴിക്കുന്നത് നല്ലതല്ലാന്ന് ഹീറോ ആദ്യം കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായി ഹീറോ ജീവിതത്തിന്റെ കൊടുമുടിയിലേക്ക് നേരിട്ട് കാലെടുത്ത് വെച്ചു. സത്യത്തിൽ ഹീറോയും ഒരു സമ്പന്ന കുടുംബത്തിലെ മകനായിരുന്നു. ആദ്യം സിറ്റിയിലെ ഒരു പെണ്ണിനായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവന്റെ ഇളയ സഹോദരന് ഗ്രാമത്തിലെ പെണ്ണിനെ ആർന്നു ഉറപ്പിച്ചത്. പക്ഷെ അവന് പോകാൻ തന്നെ താല്പര്യം കാണിച്ചില്ല. പകരം ഹീറോയോട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവന്റെ വാശിയിൽ അമ്മ ഹീറോയെ നിർബന്ധപൂർവ്വം ഹീറോയെ ഗ്രാമത്തിലേക്ക് അയക്കുന്നു. ധനികനായ ഒരാൾ ആണെന്നുള്ള ഒരു വികാരമില്ലായിരുന്നു ഹീറോയ്ക്ക്. സാധാരണ വേഷത്തിലാണ് ഗ്രാമത്തിലെത്തിയത്. ഏത് സാഹചര്യത്തെയും ശാന്തമായി സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. അങ്ങനെ ഹീറോ പരാതിയൊന്നുമില്ലാതെ ഭാര്യയുടെ വാതിൽ മുട്ടി. വാതിൽ തുറന്നത് ഭാര്യയുടെ മുത്തശ്ശിയായിരുന്നു. അവരുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ മുത്തശ്ശി ഹീറോയ്ക്ക് ഒരു വാച്ച് സമ്മാനമായി നൽകി. അതും ലക്ഷങ്ങൾ ഡോളർ വിലമതിക്കുന്ന വാച്ച്. അപ്പോഴേക്കും ഹീറോയുടെ ഭാര്യ വന്നു. അവളെ ആദ്യമായി കണ്ടപ്പോൾ ഒരു നാടൻ പെൺകുട്ടിയെ പോലും തോന്നിയില്ല. ദൈവം തന്ന അനുഗ്രഹമായി ഹീറോ തോന്നി. അവളൊരു സാധാരണ കർഷകന്റെ മകളാണ്. ഈ വിവാഹം വെറുമൊരു ഇടപാട് മാത്രമാണ് അവൾ വിശ്വസിച്ചത്. പകരം വലിയൊരു പ്രതിഫലം നൽകാൻ അവൾ തയ്യാറായി. എന്നിട്ട് ഹീറോയ്ക്ക് ഒരു കറുത്ത കാർഡ് കൊടുത്തു. എന്നാൽ ഹീറോ കിട്ടിയ 2 സമ്മാനം തിരികെ നൽകി. താൻ വന്നത് വിവാഹം ഒരു കളിതമാശ ആക്കാനല്ല, ഒരു ഭർത്താവെന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ്. അതിന് പ്രതിഫലമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഹീറോ പറയുന്നത് കേട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിരുന്നാലും അവൾക്ക് സന്തോഷമായി. അവളുടെ ഭർത്താവ് വഞ്ചിക്കുന്ന ഒരാളല്ലായിരുന്നു എന്ന് തോന്നിയതിനാൽ. അതുകൊണ്ട് അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചു. 100 ബില്യണിലധികം വാർഷിക വരുമാനമുള്ള കുടുംബമാണ് അവളുടേന്ന്. അത് കേട്ടതും സമ്പത്തിന്റെ കൊടുമുടിയെ കുറിച്ച് സന്തോഷിച്ച് ഹീറോ ബോധം കെട്ട് വീഴുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.